യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനമായി നാം ധ്യാനിക്കുന്നത് ആരാണ് ദൈവസന്നിധിയിൽ ഭാഗ്യവാൻ, ആരാണ് ദൈവസന്നിധി ഭാഗ്യവതി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചോൾ ഭാഗ്യവതി ആണ്. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർ ആരൊക്കെയോ അവരാണ് ഭാഗ്യവാന്മാരും ഭാഗ്യവതിയും. പ്രിയമുള്ളവരെ, എങ്കിലും ഓർക്കാം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നാം വിശ്വസിക്കും, അതുപോലെ തന്നെ ദൈവത്തിൽ ആഴമായി ആശ്രയിക്കും. അങ്ങനെ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ആഴമായി ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ദൈവസന്നിധിയിൽ നാം ഭാഗ്യമുള്ളവരായി മാറുക. എങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനും എല്ലാ കാര്യങ്ങളിലും തമ്പുരാനിൽ ആശ്രയിക്കുവാനും തമ്പുരാനിൽ വിശ്വാസം അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ കന്യാമറിയത്തെ ജീവിതം അനിശ്ചയത്തിനിടയിലും പരിശുദ്ധ കന്യാമറിയം മാലാഖയുടെ സന്ദേശം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് തന്നെ വിശ്വസിക്കുന്നത് ഒരു അനുഗ്രഹീത പ്രവൃത്തിയാണെന്ന് ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ഏറ്റവും ഭാഗ്യവതിയ വ്യക്തി എന്ന് പറയാൻ കാര്യം. ഒന്നുമില്ല, നമുക്കും പരിശുദ്ധ അമ്മയെപ്പോലെ ഭാഗ്യമുള്ള വ്യക്തിയായി മാറാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം. എങ്കിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതായത് ദൈവം എന്നിൽ ഇടപെടും, ദൈവത്തെ സമയത്തിലെല്ലാം പൂർത്തീകരിക്കും. ആ ഒരു വിശ്വാസത്തോടെ ആ ഒരു ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഈശോയിൽ ആശ്രയിക്കാം, ഈശോയിൽ വിശ്വസിക്കാം. ഇതാ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമർപ്പിച്ച നിയമങ്ങളെല്ലാം ഈശോ ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.